നമുക്കിനി പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിലേക്ക് ഒന്ന് പോകണം. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയിലും ഉരസൽ. ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇറാൻ പ്രതിനിധികൾ തുനിഞ്ഞു. ചർച്ച നടക്കുന്നതിനിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇറങ്ങിപ്പോകാൻ ഒരുങ്ങി, പക്ഷേ ഇറങ്ങിപ്പോയി എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ അമേരിക്ക അത് പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. ജെ ഡി വാൻസ് പറയുന്നത് അങ്ങനെ ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് അങ്ങനെ സംഭവിച്ചില്ല എന്നാണ്. ഒപ്പം വളരെ കൃത്യമായ മറുപടിയും നൽകുന്ന സാഹചര്യം ഒരുങ്ങി. എന്താണ് വിനോദ് യഥാർത്ഥം സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തെ സമാധാന ചർച്ചയിലും നാടകീയമായ രംഗങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം ഇത് ഒരു പരിധി കഴിയുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടി ചർച്ചയിലേക്ക് പോയത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഈ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്നതാണ്. ഈ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി പുറത്തുവിട്ടു. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു. ഖാലിബാഫ് ഇറാൻ്റെ സ്പീക്കറാണ്. അദ്ദേഹവും അരഗാച്ചി വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇറാൻ സംഘത്തിലുണ്ടായിരുന്നത്. ഈ സംഘം ചർച്ച അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ജെ ഡി വാൻസ്, രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള തീരുമാനമുണ്ടായതോടുകൂടി വാൻസ് ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മാത്രമല്ല, ചില ആളുകൾ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത ട്രംപിനുണ്ട്. അതാണ് അദ്ദേഹം നടത്തുന്നത് എന്ന കാര്യം ആ തരത്തിൽ ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും തുടർന്ന് ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ 60 ദിവസത്തെ സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ച അത് എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം വന്നു, അവിടെ വീണ്ടും ഇറാൻ അടയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇനിയും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ തിരികെ ലെബനനിലേക്ക് ആക്രമണം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. സമാധാന ചർച്ചയും അത്ര കണ്ട് ശുഭകരമായ അല്ല അവസാനിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ശരി.